സിജോ നേരത്തെ ഈ പ്രതിപട്ടികയിലെ ആളുകളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. എപ്പോഴും കൽപേഷ് എന്നൊരു ഒരു അദൃശ്യ വ്യക്തി അവിടെ ഉണ്ടല്ലോ സിജോ. നമുക്കറിയാം, കോടതി ഉൾപ്പെടെ അദ്ദേഹത്തെ പരാമർശിക്കുകയുണ്ടായി. ഈ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നെന്ന് പറയുമ്പോഴും ഇയാൾ എവിടെയെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുകയാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൽപേഷിനെ രണ്ടാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസിലാണിത്. ഈ ശ്രീകോവിലിലെ വാതിൽ പാളികൾ കൊണ്ടുപോയതിന്റെ ഒരു കേസിലാണ് രണ്ടാം പ്രതിയാക്കി വന്നിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ അയാളെ ചോദ്യം ചെയ്യും എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പാളികൾ അവിടെ എത്തിച്ചതിന് ശേഷം അത് ഉരുക്കി അത് സ്വർണ്ണമാക്കി മാറ്റുന്നു. അതിനുശേഷം ഇയാളുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് പറഞ്ഞിരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ പ്രതിനിധികളുമായി ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇത് ആരാണെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ വിവരങ്ങളില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ഒരാൾ വരും, അയാളുടെ കയ്യിൽ ഇത് കൊടുത്തു വിടുമെന്നാണ് പറയുന്നത്. കൽപേഷ് എന്ന് പറയുന്ന ആൾ വരും, അയാളുടെ കൊടുത്തു വിടാൻ പറഞ്ഞു. ഞങ്ങളത് കൊടുത്തു വിട്ടു. നമ്മുടെ കയ്യിൽ ഉത്തരവാദിത്തപ്പെട്ട ഏൽപ്പിച്ച ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് ഇന്ന ആൾ വരുമ്പോൾ കൊടുത്തുവിടാൻ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കൊടുത്തു വിടുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് തുടങ്ങിയ വിവരങ്ങളൊന്നും അന്വേഷിക്കേണ്ടത് ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു കാര്യമാണ് സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അവരുടെ വാദം എന്ന് പറയുന്നത് ന്യായമാണ്. കാരണം അങ്ങനെ ഇന്ന ആളാണോ എന്ന് മാത്രം ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇതുവായതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ കൃത്യമായ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചു എന്നുള്ള കാര്യമാണ് കൃത്യമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നു. ഈ പരാതി ലഭിച്ച് 24 മണിക്കൂറിന് ശേഷമാണ് FIR ഇടുന്നത്. പക്ഷേ അത്രയും അധികം ഉദ്യോഗസ്ഥർ ഈ പ്രതിപട്ടികയിലേക്ക് വന്നതുകൊണ്ടാണ് അത്ര താമസം എടുത്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷമുള്ള നടപടികൾ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചെന്നൈയിലെത്തി സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിലെത്തി പരിശോധന നടത്തുകയും ചെയ്യുകയാണ്. എന്തായാലും 6 ആഴ്ചയാണ് ഈ അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടി ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കുന്ന ഒരു ലക്ഷ്യമാണ് ഉള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് കൊണ്ടുപോയി ഉരുക്കി അതിന്റെ ബാക്കി സ്വർണം കൈവശം വെച്ചിരിക്കുന്നത്, ബോർഡിനെ നൽകാതെ വെച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഈ സ്വർണം എവിടെ പോയി എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ രേഖകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. മുരാരി ബാബു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് ആദ്യം ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പെന്ന് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവ് തിരുത്തുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ഉത്തരവ് എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോകുന്നത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാവണം എന്നതായിരുന്നു. പക്ഷെ ആ ഉത്തരവ് തിരുത്തി ഈ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുമെന്നോ ഉത്തരവ് തിരുത്തി നൽകിയത് ജയശ്രീയാണ്. ആ ജയശ്രീയുടെ പങ്ക് ഇതിൽ വ്യക്തമാണ്. അടുത്തതെന്ന് പറയുന്നത് തിരുവാഭരണ കമ്മീഷണർമാരായിട്ടുള്ള ആളുകളാണ്. ഒന്നാമത്തെ തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുന്നത് ബൈജു ആണ് ആ സമയത്ത് ഈ സ്വർണ്ണപ്പാളി കൈമാറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ. ഈ കമ്മീഷണർ ഇവിടെ സ്ഥലത്തെത്തുകയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയോ ചെയ്തിരുന്നില്ല. ഇയാളുടെ സാന്നിധ്യത്തിലല്ല ഈ പാളികൾ കൊടുത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ തിരുവാഭരണ കമ്മീഷൻ എന്ന് പറയുന്നത് രാധാകൃഷ്ണനാണ് ഇത് സ്മാർട്ട് ക്രിയേഷൻസിലെത്തി ഈ പണികൾ പൂർത്തിയായതിനു ശേഷം ഇത് പരിശോധിക്കുന്നത്. അപ്പോൾ തൂക്കത്തിൽ വ്യത്യാസമുണ്ട്, 2 കിലോയോളം തൂക്കത്തിൽ വ്യത്യാസമുണ്ട്. ആ കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. അത് മാത്രമല്ല ഈ പറയുന്ന ഈ വിവരങ്ങൾ ബോർഡിനെ അറിയിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരുടെയും പങ്ക് വ്യക്തമാണ്. അങ്ങനെ ഇത് ബോധപൂർവം ഇവരെ ഇൻവോൾവ് ചെയ്തതാണോ, അല്ലെങ്കിൽ ചുമതല ഉണ്ടായിരുന്ന മറ്റു ചില ഉദ്യോഗസ്ഥരുണ്ട്, ഇവരുടെ കൂടി അറിവോടുകൂടിയാണോ, അല്ലെങ്കിൽ ഇവരെ അറിയിക്കാതെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്.